ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. ഓ ഞാൻ കുറെ ഞാൻ ഫോളോ ചെയ്യണ അന്ന് കുഴപ്പമില്ലല്ലോ. ഫസ്റ്റ് ഗേൾഫ്രണ്ട് ഒരു 1 minute അങ്ങനെ അവരെ പൊക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുറച്ച് ദിവസങ്ങളായി ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബോയ് ഫ്രണ്ട് ടെസ്റ്റിലെ ബോയ് ആരാണെന്ന് അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ്. കൃഷ്ണപ്രിയയുടെ കൈയും പിടിച്ച് നടക്കുന്നതല്ലാതെ അവന്റെ മുഖം നമ്മൾ ആരും ഇതുവരെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. എന്തായാലും എല്ലാവരുടെയും കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് ആളെ നമ്മൾ തൂക്കിയിരിക്കുകയാണ്. പലരും ഇതിനോടകം തന്നെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, ആളെയും കണ്ടിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇത്ര അധികം ഓളം ഉണ്ടാക്കിയ വേറൊരു സംഭവം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമുക്ക് എന്തായാലും സമയം കളയാതെ ചില വീഡിയോകൾ കണ്ടു നോക്കാം. കോമൺ എന്താണെന്ന് വെച്ചാണെങ്കിൽ മറ്റേ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ടെസ്റ്റ് നടത്തിയിരുന്ന സമയത്ത് ഇവൻ പാരലൽ ആയിട്ട് ഗേൾ ഫ്രണ്ട് ടെസ്റ്റും നടത്തുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ പെണ്ണിനെ കിട്ടുന്ന റീച്ച് ആണ് കിട്ടൂലല്ലോ. ഇവന്റെ വീഡിയോ വലിയ റീച്ച് പോകാത്തത് കൊണ്ട് തന്നെ ബോയ് ഫ്രണ്ട് ടെസ്റ്റിലെ ബോയ് ഇവനായിരുന്നു എന്നുള്ളത് അധികം ആർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇവൻ നടത്തിയ ഗേൾ ഫ്രണ്ട് ടെസ്റ്റിന്റെ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. കൊച്ചിയിൽ ഡേറ്റിങ്ങിന് പോകുമ്പോൾ എങ്ങനെ ചെലവ് ചുരുക്കാന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. നമുക്ക് മെയിൻ ആയിട്ട് ചെലവ് വരുന്നത് ഫുഡിന്റെ കാര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഒരാളോട് ഞാൻ പറഞ്ഞു ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് എടുത്തോണ്ട് വരാൻ. എങ്ങനെയുണ്ട്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെലവ് കുറയ്ക്കാം. അങ്ങനെ ഞാൻ രാവിലെ തന്നെ കഴിച്ചത് ബ്രെഡും അതേപോലെ മുട്ടക്കറിയാണ്. ഞാൻ വിചാരിച്ചത് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓ, ഈ ബ്രെഡും കറിയും ഒക്കെ നമ്മൾ നേരത്തെ തന്നെ കണ്ടതാടാ. പോയി നീ ഇരുന്ന് കഴിക്കുന്ന സ്ഥലവും പലവട്ടം കണ്ടതാണ്. കൃഷ്ണപ്രിയ ചേച്ചിക്ക് അവളുടെ ബോയ് ഫ്രണ്ട് വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്ന് ഉരുട്ടി കൊടുക്കുന്ന സ്പോട്ടാണത്. ഓ സോറി, ആ ബോയ് ഫ്രണ്ട് നീയാണല്ലോ അല്ലെ? അത് ഞാൻ മറന്നുപോയി. എന്നാലും ഞാൻ തങ്കം പോലത്തെ കൊച്ചിനെ പറ്റിച്ച് കളഞ്ഞല്ലോടാ ദ്രോഹി. ഹോസ്റ്റലിൽ നിന്ന് വാങ്ങിയ ഫുഡാണില്ലേ, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡാണെന്നും പറഞ്ഞു ഞങ്ങളുടെ കൃഷ്ണപ്രിയക്ക് ഉരുട്ടി കൊടുത്തിരുന്നത്. പാവണ്ട് ചേച്ചി, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡാണെന്ന് പറഞ്ഞ് എന്തോ ഒരു ആക്രാന്തായിരുന്നു. നിന്നെ ഓരോ ടെസ്റ്റും പുട്ടുപോലെ പാസ്സാക്കിയ ഞങ്ങളുടെ ചേച്ചിയോട് തന്നെ ഈ ചതി ചെയ്യണമായിരുന്നു അല്ലെ? മോശമായി പോയി. എന്തായാലും ബാക്കിയൂടെ കണ്ടോക്കാം. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന്റെ ചെലവ് ഞങ്ങൾ ചുരുക്കി. ഞാൻ നോർമലി 4 മുട്ടയാണ് രാവിലെ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശപ്പ് മാറിയില്ല. ഞാൻ അതുകൊണ്ട് ഒരു പഴവും കൂടെ മേടിച്ചു. ഈ പഴം എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. ഓ, ഞാൻ ഓർക്കുന്നു. ഈ പഴമല്ലേ അവൻ കൃഷ്ണപ്രിയ ചേച്ചിയുടെ വായിൽ തിരികെ കയറ്റിയത്? നിനക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പഴം മുഴുവനും കൃഷ്ണപ്രിയയുടെ വായിലേക്ക് കുത്തി തിരിക്കുന്നതാണല്ലോ മോനെ നമ്മൾ കണ്ടത്. എന്തെല്ലാം കാണണല്ലേ? എന്തായാലും ബാക്കിയൂടെ കണ്ടോക്കാം. ഞാൻ നേരെ മെട്രോ കയറി പോയത് ലുലു മാളിലേക്കാണ്. അവിടെ ആണെങ്കിൽ നമുക്ക് കാമായിട്ട് ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റും. അങ്ങനെ കറങ്ങി നടക്കാനും സ്ഥലമുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി കറങ്ങി അടിച്ച് നടന്നു. ട്രാവൽ ചെയ്യാനായിട്ട് മാക്സിമം മെട്രോ യൂസ് ചെയ്യുക, അതാണ് ഏറ്റവും ചീപ്പായിട്ടുള്ള സംഗതി. ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങൾക്ക് ലാഭം പിടിക്കാൻ പറ്റി. കാരണം എന്റെ കൂടെയുള്ള പ്രിയപ്പെട്ടവൾ വീണ്ടും ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചത് റൈസും അതുപോലെ സാമ്പാറുമാണ്. നോൺ വെജ് ഐറ്റംസ് ഒന്നും ഇല്ല. അതുകൊണ്ട് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പൊ കൃഷ്ണപ്രിയ ചേച്ചിയാണോ ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിരുന്നത്? അയ്യോ, ഞങ്ങൾ ഒരുപാട് ചേച്ചിനെ തെറ്റിദ്ധരിച്ചു. നീ വീട്ടിലെ അടുപ്പിൽ പാത്രം വെച്ച് വെള്ളം തിളപ്പിച്ച് അതിൽ കഴുകിയ അരി ഇട്ട് ആ അരി വെന്ത ശേഷം വെള്ളം ഊറ്റിയെടുത്തുണ്ടാക്കിയ ചോറാണ് കൊണ്ടുവന്ന് ഊട്ടിയിരുന്നത് എന്നാണ് ചേച്ചി ഞങ്ങളോട് പറഞ്ഞിരുന്നത്. ഇതിപ്പോ നീ പറഞ്ഞു ചേച്ചി ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവന്ന ചോറാണ്. ഏതപ്പോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? എന്നാലും കൃഷ്ണപ്രിയ ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോ എന്തൊരു റിച്ച് ആയിരുന്നു. വെറൈറ്റി ഫുഡ് ഐറ്റംസ് വാങ്ങുന്നു, ഡ്രസ്സുകൾ വാങ്ങുന്നു, അങ്ങനെ നല്ല കളറായിരുന്നു, ഒരു വൈബ് ഉണ്ടായിരുന്നു. ഇതിപ്പോ ഇവന്റെ വീഡിയോ മുഴുവനും ദാരിദ്ര്യമാണല്ലോ. രാവിലെ ബ്രെഡും പഴവും, ഉച്ചക്ക് പയറും ചോറും. ആ ശരിയാണ്, മറ്റേത് ബോയ് ഫ്രണ്ട് ടെസ്റ്റ് ആയിരുന്നു, അപ്പൊ റിച്ച് ആവണല്ലോ. ഇത് ഗേൾ ഫ്രണ്ട് ടെസ്റ്റ് അല്ലേ, അപ്പൊ പിന്നെ കുറച്ച് ദാരിദ്ര്യമായാലും കുഴപ്പമില്ല. ഗേൾ ഫ്രണ്ട്സിന് എന്താവാലോ, ആവശ്യം ഞങ്ങൾ ആണുങ്ങളുടേതായി പോയില്ലേ. ബാക്കി കണ്ടു വെക്കാം. പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഉച്ചക്കത്തെ ഫുഡ് ലാഭം പിടിച്ചിട്ട് രാത്രി നല്ല ഹെവി ആയിട്ട് നല്ല റെസ്റ്റോറന്റിൽ പോയി കഴിക്കാനാണ്. അങ്ങനെ ഞങ്ങൾ രാത്രി പോയ കടയാണ് കുബാവ. അവിടെ ആണെങ്കിൽ നല്ല മന്തി കിട്ടുമെന്ന് പറഞ്ഞാണ് പോയത്. ഞങ്ങൾ മേടിച്ചത് ബീഫ് മന്തിയാണ്. എന്റെ പൊന്നു ഒരു രക്ഷയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ബീഫിന്റെ കുഴിമന്തി കഴിക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ആ ബീഫ് ഭയങ്കര സോഫ്റ്റും അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ലാഭം പിടിക്കാൻ പറ്റുന്നത് നമ്മളെ അറിയുന്ന, നമ്മളെ കുറച്ച് മനസ്സിലാക്കുന്ന ഒരാളുമായിട്ട് ഇങ്ങനെയൊക്കെ ലാഭം പിടിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാത്തവരോടല്ല ഇങ്ങനെ ലാഭം പിടിക്കാൻ പറ്റത്തില്ല. സോ ഇവൻ വെറും ലാഭേഷ് കുമാർ ആണല്ലോ. ഡേ, നീ തന്നെയാണോ ഞങ്ങളുടെ കൃഷ്ണപ്രിയ ചേച്ചിയുടെ കാമുകൻ? സത്യം പറയണം, ഞാൻ അവസാനം ചേച്ചിയുടെ വീഡിയോ കാണുമ്പോൾ പോലും ചേച്ചിയുടെ കാമുകൻ റിച്ച് ആയത്. എന്നാലും ഇത്ര പെട്ടെന്ന് നീ എങ്ങനെയാണ് ദരിദ്രവാസിയായി മാറിയത്? പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മാതിരി ഷോപ്പിങ്ങിലെ നടത്തിയിരുന്നത്. ഒരു കിഡ്നി പോയിട്ട് നീ ആരോഗ്യത്തോടെ നടക്കുന്നുണ്ടല്ലോ, അതന്നെ വലിയ കാര്യം. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ഉണ്ടോ. ബോയ് ഫ്രണ്ട് ടെസ്റ്റ് മാത്രം മതി, ഗേൾ ഫ്രണ്ട് ടെസ്റ്റ് കൂടെ വേണ്ടേ? ഇവളുമാരുടെയൊക്കെ മനസ്സിലിരിക്കുന്ന നമുക്കൊന്നും അറിയണം. ഇവളുമാരുടെ മനസ്സിലിരിപ്പൊക്കെ എന്താണെന്നുള്ളത് അറിയണം. അങ്ങനെ ഇപ്പൊ ബോയ് ഫ്രണ്ട് ടെസ്റ്റ് മാത്രം നടത്തി നീ ഒന്നും മെയിൻ ആവണ്ട. നിങ്ങൾ ടെസ്റ്റ് നടത്തിയ തിരിച്ചും ടെസ്റ്റ് നടത്തിയാൽ ഞങ്ങൾക്കും അറിയാം. അല്ല പിന്നെ ഇപ്പോഴാണ് കൃഷ്ണപ്രിയയുടെ ബോയ് ഫ്രണ്ട് നീ ഒരു ആണായത്. എന്തായാലും ബാക്കി കണ്ടോക്കാം. ആദ്യം തന്നെ പോയത് കാൽവിൻ ക്ലീനിലേക്കാണ്. അവിടെ വെച്ച് എന്റെ കാർഡ് ഡിക്ലൈൻ ആവുന്നതായിട്ട് ഞാൻ അഭിനയിച്ചു. പക്ഷെ പുള്ളിക്കാരിയാണെങ്കിൽ എനിക്ക് 3000 രൂപയുടെ ജട്ടി എനിക്ക് വാങ്ങി തന്നു. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തതില്ല. അങ്ങനെ പുള്ളിക്കാരി ഷോപ്പിംഗ് ടെസ്റ്റും പാസ്സായി. ഷോപ്പിംഗ് ടെസ്റ്റ് ഒക്കെ പാസ്സായി, അതൊക്കെ സമ്മതിച്ചു. എന്നാലും നിനക്ക് എന്തിനാണ് മോനെ 3000 രൂപയുടെ ജട്ടിയൊക്കെ? നീ ജട്ടിപ്പുറത്താണോ നടക്കുന്നത്? കിട്ടിയ അവസരം മുതലാക്കിയതാണല്ലേ. എന്നാലും ഞങ്ങളുടെ കൃഷ്ണപ്രിയ ചേച്ചിയോട് ഇത് വേണ്ടിയിരുന്നില്ല. ബാക്കി പറഞ്ഞിട്ടെന്തായാലും
ഇൻസ്റ്റാഗ്രാമിൽ ചില കമന്റ്സ് ഒക്കെ വായിച്ചിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിട്ടിരിക്കുമ്പോൾ ഇവൾ എന്നെ കംഫർട്ട് ചെയ്യാനായിട്ട് ഒരു കേക്ക് വാങ്ങിച്ചു. കേക്ക് വലിയ ഗുമ്മില്ലായിരുന്നെങ്കിൽ പോലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പുള്ളിക്കാരി എനിക്കത് വാങ്ങി തന്നല്ലോ. അത് മാത്രമല്ല പുള്ളിക്കാരി ഫസ്റ്റ് ബൈറ്റ് എനിക്കാണ് തന്നത്. അങ്ങനെ ഫസ്റ്റ് ബൈറ്റ് ടെസ്റ്റും പാസ്സായി. പക്ഷെ എന്നിട്ട് പോലും എന്റെ മനസ്സിന് സുഖമില്ലായിരുന്നു. കാരണം കുറെ കമന്റ് ഒക്കെ വായിച്ചിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷെ എന്നാൽ പുള്ളിക്കാരി എന്നെ നല്ല രീതിയിൽ കംഫർട്ട് ചെയ്യാൻ ഭയങ്കര രീതി ട്രൈ ആക്കുന്നത്. സോ പുള്ളിക്കാരി കംഫർട്ട് ടെസ്റ്റ് അങ്ങനെ പാസ്സായി. പാസ്സാവും, അതങ്ങനെയല്ലേ വരൂ. അല്ലെങ്കിൽ ഞങ്ങളുടെ കൃഷ്ണപ്രിയ ചേച്ചിക്ക് ഈ ടെസ്റ്റുകളൊക്കെ പൂ പറിക്കുന്ന പോലെ സിമ്പിൾ അല്ലേ. ഈ ടെസ്റ്റുകളൊക്കെ കണ്ടെത്തിയത് തന്നെ നമ്മുടെ കൃഷ്ണപ്രിയ ചേച്ചിയാണ്. ആ ചേച്ചിയോടാണ് കളി. എന്നാൽ എന്തിനാ മോനെ നിനക്ക് ഇത്ര സങ്കടം? കമന്റ് വായിച്ചപ്പോ വിഷമം വന്നോ എന്റെ പൊന്നു മോനി? ഇങ്ങനെ വിഷമിക്കില്ലടാ. നിങ്ങളുടെ ഈ അപരാധത്തിനൊക്കെ ഇത്രയൊക്കെയല്ലേ കിട്ടിയുള്ളൂ എന്ന് വിചാരിച്ച് ആശിച്ചാട്ടെ. നീയൊക്കെ ഇനിയും എത്ര തെറികൾ കേൾക്കാൻ കിടക്കുന്നു. ഇതൊക്കെ വെറും സാമ്പിളായിട്ട് കൂട്ടിയാൽ മതി. ബാക്കി പറഞ്ഞാട്ടെ. കേക്ക് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ ദേഹത്താണെങ്കിൽ കുറച്ച് കേക്ക് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടം. കാരണം പുതിയ ഡ്രസ്സ് ആയിരുന്നു. പക്ഷെ പുള്ളിക്കാരി സർപ്രൈസ് ആയിട്ട് എന്നെ വെസ്റ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് ഒരു ഡ്രസ്സ് വാങ്ങി തന്നു. ഞാനത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അങ്ങനെ പുള്ളിക്കാരി സർപ്രൈസ് ടെസ്റ്റും പാസ്സായി. പുള്ളിക്കാരി എനിക്ക് ആദ്യമായിട്ട് മേടിച്ചിരുന്ന ഡ്രസ്സാണിത്. എങ്ങനെയുണ്ട്? അടുത്ത വീഡിയോയിൽ ഒരു ടെസ്റ്റിൽ പുള്ളിക്കാരി റെഡ് ഫ്ലാഗിന്റെ ചെറിയ സ്വഭാവങ്ങൾ കാണിക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങളോട് എന്തായാലും പറയാം. സോ സ്റ്റേ ട്യൂൺഡ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. എന്താ മോഞ്ഞ അവസാനം ഒരു വളി ശബ്ദം? ട്രൗസർ കീറിയോ? കീറി കാണും. കീറില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്തായാലും മോൻ പറഞ്ഞതല്ലേ, അടുത്ത വീഡിയോ കൂടി കണ്ടോക്കാം. എന്റെ പ്രിയപ്പെട്ടവൾക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇന്ന് അവൾക്ക് ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് വ്യത്യസ്തമായിട്ട് ഒരെണ്ണം മേടിക്കാന്നാണ് ഞാൻ പോയത്. കുനാഫ പിസ്റ്റാഷ്യോ ചോക്ലേറ്റ് ഞാൻ മേടിച്ചത് PK ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ്. എറണാകുളമാണ് ഇത് വരുന്നത്. അങ്ങനെ ഫൈനലി ഞാൻ അവൾക്ക് ചോക്ലേറ്റ് കൊടുത്തു. പുള്ളിക്കാരി എക്സ്പെക്ട് ചെയ്തതേ ഇല്ല ഇങ്ങനൊരു ഗിഫ്റ്റ്. ഞാനും ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ട് കുറെ നാളായി. അങ്ങനെ ഞാനും ഇതിൽ നിന്ന് നൈസായിട്ട് കഴിക്കാന്നൊക്കെ വിചാരിച്ചാണ് എന്റെ ഒരു പ്ലാൻ. അങ്ങനെ ഇത് പൊട്ടിച്ചു നോക്കി. എന്റെ പൊന്നെ കാണാൻ തന്നെ ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ പിസ്റ്റാഷ്യോ ചോക്ലേറ്റ് കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നടുക്കത്തെ ഫില്ലിങ്സ് ചോക്ലേറ്റും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഈ ഒരു ചോക്ലേറ്റ് ഇവരുടെ വെബ്സൈറ്റിലും ഇൻസ്റ്റാമാർട്ടിലും ഒരുപാട് കടകളിലും മേടിക്കാൻ കിട്ടും. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓഹോ, അതിന്റെ ഇടയിൽ കൂടെ പ്രൊമോഷൻ ഉണ്ടല്ലോ. കൃഷ്ണപ്രിയ ചേച്ചിയുടെ കാമുകൻ ഒരുപാട് വളർന്നിരിക്കുന്നു. ബോയ്ഫ്രണ്ട് ടെസ്റ്റും ഗേൾഫ്രണ്ട് ടെസ്റ്റും ഒക്കെ നടത്തി നമ്മുടെ കണ്ണിൽ പൊടിയിട്ട് അവസാനം വലിയ പുള്ളികളായി. എന്തായാലും നന്നായി കണ്ടാൽ മതി. എന്തായാലും അതിന്റെ ഇടയിൽ കൂടെ ഈ പ്രാങ്ക് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഫായിസ് ഇബ്രാഹിം എന്ന് പറയുന്ന വ്ളോഗർ കൃഷ്ണപ്രിയയും കാമുകനെയും മാളിൽ വെച്ച് കാണുന്ന ഒരു വീഡിയോ അത്യാവശ്യം വൈറലായിട്ടുണ്ടായിരുന്നു. നമുക്ക് അതും കൂടി നോക്കാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. ഓ, ഒന്നും അറിയാത്ത പോലെ എന്താ അഭിനയല്ലേ. ഫായിസ് കാക്കയും കൃഷ്ണപ്രിയ ചേച്ചിയും കൂടി പ്ലാൻ ചെയ്തുണ്ടാക്കിയ വീഡിയോ ആണെന്ന് പറയുകയേ ഇല്ല. ബാക്കി കൂടി കണ്ടോക്കാം. ഞാൻ ഫോളോ ചെയ്യണ. അന്ന് കണ്ടപ്പോ തന്നെ ക്രഷ് ആയിരുന്നു. പിന്നെ എപ്പോഴേലും ഒന്ന് ക്രഷോ? എന്റെ പൊന്നു ഫായിസ്, ആ ചേച്ചിനോട് നിൽക്കുന്നവനെ നീ കണ്ടില്ലേ? അവൻ അങ്ങനെ നിൽക്കുന്ന നോക്കണ്ട. അവന്റെ കിഡ്നി ഒന്ന് മിസ്സിംഗ് ആണ്. ഇതേപോലെ ചേച്ചിയോട് ചെറുതായിട്ടൊന്ന് ക്രഷ് തോന്നിയതാണ്. ആദ്യം വീടിന്റെ ആധാരം പണയം വെച്ചു. ഒരു രക്ഷയുമില്ല. 2 കിഡ്നിയും ഒരുമിച്ച് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ അവനൊരു കിഡ്നി ബാക്കിയുള്ളത്. അതുകൊണ്ട് ക്രഷ് തോന്നുന്നതൊക്കെ ഓക്കെ. പക്ഷെ അത് മനസ്സിൽ വെച്ചാൽ മാത്രം മതി. അല്ല, നിനക്ക് നിന്റെ കിഡ്നി ഒക്കെ യഥാസ്ഥാനത്ത് വേണമെങ്കിൽ മാത്രം മതി കേട്ടോ. ബാക്കി ഉണ്ടാക്കുന്നത് കാണണമെന്നുണ്ടായിരുന്നു. ഒരു 1 മിനിറ്റ് ഒന്ന് സംസാരിച്ചോ. ഒന്ന് ജസ്റ്റ് ഒന്ന് വരാവോ? കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. ഇനി കൊണ്ടുപോയിക്കോന്നൊക്കെ എത്ര നേരത്തേക്ക് വേണമെങ്കിലും കൊണ്ടുപോയിക്കോ. 1 മിനിറ്റോ 1 ദിവസമോ 1 വർഷമോ എത്ര ആയാലും കുഴപ്പമില്ല. ഇനിയിപ്പോ തിരിച്ച് തന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന മൈൻഡിലാണ് കൃഷ്ണപ്രിയയുടെ കാമുകൻ എന്ന് തോന്നുന്നു. എന്തായാലും കുറച്ച് കുഴപ്പമില്ലല്ലോ. 1 മിനിറ്റ്. ഓക്കെ. ഫസ്റ്റ് ഗേൾഫ്രണ്ട് ഒരു 1 മിനിറ്റ് തരുമോ? അഭിനയം കലിക്കുന്നുണ്ട് കേട്ടോ. നടക്കട്ടെ. ഒരു ബ്രോ പോവല്ലേ ബ്രോ? ഒന്ന് സംസാരിക്കാം. ഒരു 1 മിനിറ്റ് സംസാരിക്കട്ടെ. പോവല്ലേ ബ്രോ? ഒരു 1 മിനിറ്റ് സംസാരിച്ചോട്ടെ. കുഴപ്പമില്ലല്ലോ. പൊസസീവാണോ? പൊസസീവ് അല്ലല്ലോ. അന്നോ ജസ്റ്റ് ഒന്ന്. ആള് പൊസസീവാണോ? എനിക്ക് ഫസ്റ്റ് ഞാൻ കുറേ ഫോളോ ചെയ്ത്. അപ്പോൾ ഭയങ്കര അന്ന് തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് കാണുമെന്ന് വിചാരിച്ചില്ല. എൻ്റെ പേര് ഫായിസ് എന്നാണ്. ആള് ഭയങ്കര പൊസസീവ് ആവുന്നുണ്ട്. ആണോ? നിങ്ങളെല്ലാം ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഫുള്ള് ട്രെൻഡ്. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നിങ്ങളെ കണ്ടതിൽ. എന്താ പറയാള്? ഓഡിയൻസിനോട് എന്താ പറയാള്? ഇപ്പൊ നിങ്ങളെ ഏറ്റെടുത്തതിൽ എന്താ പറയാള്? ഒരുമിച്ച് വീഡിയോയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് കാണിച്ചിട്ടില്ല അല്ലേ? പക്ഷെ 2 പേരും അന്ന് എല്ലാവർക്കും മനസ്സിലായിക്കണു. അപ്പൊ ഈ വീഡിയോയിലും ചിലപ്പോ നിങ്ങളെ ഒരുമിച്ച് കാണിക്കുന്നേ കുഴപ്പമില്ലല്ലോ. അപ്പൊ അതിനെ പറ്റിട്ട് എന്താ പറയാള്?
ഓക്കെ ആളെ പറ്റിയിട്ട് എന്താ പറയാ? അതൊക്കെ തന്നെ. ഫസ്റ്റ് ഞാൻ പറഞ്ഞപ്പോ ഒന്ന് പോസിറ്റീവ് ആയല്ലോ. പോസിറ്റീവ് അല്ല, എനിക്കാണെങ്കിൽ അങ്ങനെ ക്യാമറ എത്ര ശരിയാണ്. നിങ്ങളെ ട്രോൾ ചെയ്യുന്നവരോട് എന്താ പറയാ ആള്? ഒന്നും പറയാനില്ല. ഒന്നും പറയാം. നിങ്ങൾ ഹാപ്പി അല്ലേ? അടിപൊളിയല്ലേ? അടിപൊളിയായി പോട്ടെ. നിങ്ങൾ ഒരുമിച്ച് എന്റെ വീഡിയോയിലാണോ ഫസ്റ്റ് ടൈം? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അടിപൊളി. ബൈ. താങ്ക് യു. ഫായിസ് ഇബ്രാഹിം. ഓക്കെ, താങ്ക് യു. ബൈ. അടിപൊളിയാക്കി. ബൈ. ആള് കൈ തരുമെന്ന് നോക്കുന്നു. നീ ആള് പോസിറ്റീവ് ടെസ്റ്റ് പാസ്സായിട്ടില്ല കേട്ടോ. ആള് ഫെയിൽ. പോസിറ്റീവ് ടെസ്റ്റ് ഫെയിൽ. ബൈ. അതെ എന്തായാലും അങ്ങനെ ഒരു ടെസ്റ്റെങ്കിലും പൊട്ടിയല്ലോ, സന്തോഷം. എന്തായാലും രണ്ടുപേരും കൂടി വൈറലാകാൻ വേണ്ടി സകല കളികളും കളിക്കുന്നുണ്ട്. പക്ഷേ ബോയ് ഫ്രണ്ട് ടെസ്റ്റ് കണ്ടന്റുകളൊന്നും ഇനി ചെയ്താൽ ക്ലിക്ക് ആവാൻ ചാൻസ് ഇല്ല. രണ്ടുപേരും എല്ലാവരും മനസ്സിലാക്കിയല്ലോ. ഇനി അടുത്ത വെറൈറ്റി എന്താണെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.